ഞങ്ങളെ ഈ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട. നമ്മൾ ഇതുപോലെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീ ചെവിയാടാ ഇവന്റെ ചെവി, ഇവനാരാണെന്ന് നിനക്കറിയില്ല. രാഷ്ട്രീയത്തിലൊന്നും ഉള്ളവരല്ല ഞങ്ങൾ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവർക്ക് സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കട അടച്ചിട്ട് വീട്ടിൽ പോകും. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിന്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല ഒരു തൊഴിലെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തിന് നേരെയാണ് അയാൾ വാളെടുത്തിരിക്കുന്നത്. അയാളോട് പൊറുക്കാനും ക്ഷമിക്കാനും നിങ്ങൾ കഴിയില്ല. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാന്നത്ര ദൂരം ഞാൻ പോകും. ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്ക പട്ടണോ? ഇത് നാടൊട്ടുക്ക് നവകേരള സദസ്സ് കൊണ്ടു കിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തകരും വീട്ടിൽ കയറി കഥ അടച്ചിരിക്കണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം.